9:50 തന്നെ പരിപാടികൾ ആരംഭിക്കും. ആദ്യം സ്വാഗതഗാനവും ഒപ്പം തന്നെ നൃത്താവിഷ്കാരവും ഒക്കെ ഉണ്ടാവും. 10 മണിക്കായിരിക്കും ഉദ്ഘാടനം ആരംഭിക്കുക. എന്തായാലും നമുക്കൊപ്പം ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ ചേരുന്നുണ്ട്. ഇത്തവണ കലോത്സവത്തിൽ ഈ വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ നൃത്താവിഷ്കാരം അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വളരെ ദുഃഖത്തിൽ ആഴ്ന്നിരുന്ന ഒരു സമയത്ത് ഇപ്പോൾ ആ കുട്ടികളെ തന്നെ ഉപയോഗപ്പെടുത്തി അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാക്കുന്നു. കേരളം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വഴികളിലൂടെ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്നത് കേരളത്തിനാകെ ആത്മവിശ്വാസം പകരുന്ന ഈ കലാനുഭവത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമായിരുന്നു. 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു. ഒന്ന്, ചൂരൽമലയിലെ മഹാദുരന്തം കഴിഞ്ഞ് 3.5 കോടി മലയാളിയുടെ പിന്തുണയോടുകൂടി കേരളം ഉയർത്തെഴുന്നേൽക്കുന്ന പ്രത്യേകമായൊരു ഘട്ടത്തിൽ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന അവതരണ ഗാനം അതിജീവന കേരളത്തിൻ്റെ മുഖമുദ്രയായിട്ട് മാറും. രണ്ടാമത്തെ കാര്യം, 63ാമത് സ്കൂൾ യുവജനോത്സവം നടക്കുമ്പോൾ കേരളത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിലുള്ള ഗോത്ര കലാരൂപങ്ങൾ 5 മത്സര ഇനങ്ങളായി ഇവിടെ വരികയാണ്. അതൊരു ചെറിയ കാര്യമല്ല. കേരളത്തെ അടയാളപ്പെടുത്താൻ പോകുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു അവതരണമായിരിക്കും. ആ കളികൾ, ആ മത്സരങ്ങൾ ഒരു ജനതയ്ക്ക് ആത്മവിശ്വാസത്തിൻ്റെ പുതിയ ചിറക് വിടർത്തും. അവരുടെ കലകൾ കൂടി പൊതുവേദിയിൽ അവതരിപ്പിക്കപ്പെടാൻ കഴിയുന്ന വിധത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമായിട്ടുള്ള സ്കൂൾ യുവജനമേള മാറുന്നു. ആ അവതരണം തന്നെ നടക്കുന്നത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ വെച്ചാകുന്നു. ഇങ്ങനെ നിരവധി പ്രത്യേകതകളുണ്ട്. ചൂരന്മലയിലെ ദുരന്തമുയർത്തുന്ന വേദന, MTയെ പോലെ മലയാളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ സാംസ്കാരിക രംഗത്ത് നിത്യസാന്നിധ്യമായിട്ടുള്ള മനുഷ്യൻ്റെ വിയോഗം, ഈ പ്രയാസങ്ങളെല്ലാം മറികടന്നുകൊണ്ട് പുതുവത്സരത്തിലേക്ക് കടക്കാനുള്ള കേരളത്തിൻ്റെ ഊർജ്ജമായി ഈ മക്കൾ മാറും. ഇവരായിരിക്കും നാളെ നമ്മുടെ തലമുറയെ നയിക്കാൻ. തീർച്ചയായും വയനാടിൻ്റെ പുനരധിവാസ പദ്ധതി പ്രഖ്യാപനം കൂടി നടന്ന് 2 ദിവസം കഴിയുമ്പോഴാണ് തലസ്ഥാന നഗരിയിൽ ഇത്രയും വലിയൊരു ആഘോഷം കുട്ടികളെ തന്നെ ചേർത്ത് നിർത്തി നടക്കുന്നത്. പുതുവത്സരത്തിൽ വയനാടിനെ ചേർത്ത് നിർത്തുന്ന ആഘോഷമായി കലോത്സവം മാറും എന്നാണ് മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്.